നമുക്ക് കൃഷ്ണ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്ടോ കലാമിൻ്റെ ഫേസ് ലോഷനാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബേബി ക്രീമോ ഏതെങ്കിലും മോയ്സ്ചറൈസറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് പതിയെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ലൂസ് ഫോയിൽ പിഗ്മെൻറ്റ്സ് നമ്പർ 3 ആണ്. അതും CC ക്രീമുമാണ്. ഞാനിത് എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് ഞാനൊരു ബ്ലൂ കൃഷ്ണ മേക്കപ്പ് ചെയ്തപ്പോൾ അതിൽ പലരും വന്ന് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്ത് പ്രോഡക്റ്റാണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ലൂസ് ഫോയിൽ പിഗ്മെൻറ്റ്സ്, അതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് ലാക്മിയുടെ 925 CC ക്രീമുമാണ്. ഈ CC ക്രീമിന് പകരം നിങ്ങൾക്ക് ഫൗണ്ടേഷനോ ഒക്കെ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിനിപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്ന CC ക്രീം കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യുക. അതെല്ലാം കുറച്ച് ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐ ഷാഡോ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളറാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് കുറച്ചും കൂടി ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ ഒരു സൈഡ് കുറച്ച് ലൈറ്റും ഒരു സൈഡ് കുറച്ച് ഡാർക്കായിട്ടും തോന്നുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് നന്നായിട്ട് ഫേസിലേക്ക് അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. വീഡിയോ കുറച്ച് സ്പീഡാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്ന പോലെ തോന്നുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫേസിൻ്റെ 2 ചീക്സിൻ്റെയും മുകളിലായിട്ട് ലൂസ് ഫോയിൽ പിഗ്മെൻറ്റ്സ് വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് കളറിലുള്ള പൗഡറോ എന്തെങ്കിലും ഐ ഷാഡോ അല്ലെങ്കിൽ വൈറ്റ് പൗഡറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് കംപ്ലീറ്റ് അങ്ങ് ബ്ലൂ ആയി പോകാണ്ടിരിക്കാനായിട്ട് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഐബ്രോ വരച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോ നന്നായിട്ട് കുറച്ച് തിക്കായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഗോൾഡൻ കളർ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ലാക്മിയുടെ ഐലൈനർ വെച്ചിട്ട് ഐസൊക്കെ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഐടെക്സിൻ്റെ കുങ്കും 11 in 1 എന്ന് പറയുന്ന ഈ ഒരു പാക്കിൽ നിന്ന് വൈറ്റ് കളർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് പൊട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിൽ അതിൽ തന്നെയുള്ള യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് സെൻറ്ററിൽ കൂടി ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐലൈനർ എഴുതിയതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ ഉൾഭാഗം ഒന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊളോസിയൽ കാജൽ വെച്ചിട്ടാണ് താഴ്വശം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് സ്വിസ് ബ്യൂട്ടിയുടെ പേൾ ഇലൂമിനേറ്റർ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചീക്സിൻ്റെ മുകളിലായി മൂക്കിൻ്റെ മുകൾ ഭാഗവും താടിയും നെറ്റിയിലും ഒക്കെ ഒന്ന് ചെറുതായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഗ്ലോ വരാൻ വേണ്ടിയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ പൊട്ട് കുത്താൻ വേണ്ടി യൂസ് ചെയ്ത അതേ കുങ്കുമിൻ്റെ ആ ഒരു പാക്കിൽ നിന്ന് യെല്ലോ കളറും വൈറ്റ് കളറും യൂസ് ചെയ്തിട്ട്
ചീക്സിൻ്റെ മുകളിലായിട്ട് 2 ഭാഗത്തും ഐബ്രോസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ഇങ്ങനെ ഒരു ഡിസൈൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു തലപ്പാവും കൃഷ്ണൻ്റെ ഡ്രസ്സപ്പ് വീഡിയോ എല്ലാം ഓൾറെഡി ചാനലിൽ 2-3 പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഒരു ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് തലപ്പാവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡ്രസ്സപ്പ് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.